ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിച്ചുകൊണ്ട് ജീവിതത്തെ നയിക്കാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവം ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിലൂടെ നാം മനസ്സിലാക്കിയതുപോലെ ഏറെ പവിത്രമായ ദുൽഹിജ്ജ മാസത്തിന്റെ അതിമഹനീയമായ ആദ്യ 10 നാം പ്രവേശിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ സമീപത്ത് ഈ ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങൾക്കും അതുല്യമായ പ്രതിഫലങ്ങളുണ്ട് എന്നും അള്ളാഹുവിന് ഏറെ ഇഷ്ടകരമായ പ്രവർത്തനങ്ങളാണ് ഇത് എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഹജ്ജ് കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യം, നമ്മുടെ നാടുകളിൽ നിന്നും നമ്മുടെ കുടുംബ ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ആ കർമ്മത്തിന് വേണ്ടി പവിത്രമായ പരിശുദ്ധ മക്കയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ സ്വീകാര്യമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് പൂർണ്ണമായ സന്തോഷത്തോടുകൂടെ തന്നെ സമാധാനത്തോടുകൂടെ തന്നെ നമ്മിലേക്ക് തിരിച്ചു വരാൻ അവർക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിന് പോകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ബലിപെരുന്നാൾ ആഘോഷിക്കുവാനും ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാനുമൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഈ ദുൽഹിജ്ജ 10 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദുൽഹിജ്ജ 9 അറഫാ ദിനം എന്നുള്ളത്. ഏറെ പ്രാധാന്യത്തോടു കൂടെയാണ് വിശ്വാസികളായ ആളുകൾ അറഫാ ദിനത്തെ നോക്കിക്കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അത് അറഫയാണ് എന്ന് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ അത്രത്തോളം പ്രാധാന്യമുണ്ട് അറഫയിലെ നൃത്തത്തിന്. അറഫയിൽ പ്രഭാതത്തിലെത്തി സൂര്യാസ്തമയം വരെ അവിടെ നിൽക്കുന്നത് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അത് അറഫയാണ് എന്നർത്ഥം വരുന്ന ഹദീസ് നമുക്ക് കാണാം. അഥവാ അതിന്റെ പ്രാധാന്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഖുദ്സിയായ ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, യഹ്ബിതുല്ലാഹു ഇല സമാഇ ദുനിയ അശിയത അറഫ ثم يباهي بكم الملائكه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒന്നാം ആകാശത്തിലേക്ക് സമാഉദ് ദുനിയയിലേക്ക് അറഫാ ദിവസം പ്രദോഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും. എന്നിട്ട് മലക്കുകളെ, ആ സമ്മേളിച്ചുകൂടിയ ലക്ഷോപലക്ഷം ഹാജിമാരെ നോക്കിക്കൊണ്ട് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഫയഖൂലു ഹൗലാഇ ഇബാദി ജാഊനി ശുഅസ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന്, അഷ്ടദിക്കുകളിൽ നിന്ന് ഇതാ എന്റെ അടിമകൾ, അവർ പൊടിപുരണ്ടവരായി, ആകെ അലങ്കോലപ്പെട്ടവരായി, ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചവരായി ഇതാ എന്റെ സമീപത്തേക്ക് വന്നിരിക്കുന്നു. യർജൂന റഹ്മതി വ മഗ്ഫിറതി. അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? ആ അറഫയിലെ വെയിലിൽ അതിന്റെ ചൂടനുഭവിച്ചുകൊണ്ട് അവർ അവിടെ നിൽക്കുമ്പോ, ആ അറഫയിലെ വിശാലമായ മൈതാനിയിൽ അവർ നിൽക്കുമ്പോ അവരെന്താഗ്രഹിച്ചിട്ടാണ് വന്നിട്ടുള്ളത്? ഭൗതികമായ എന്തെങ്കിലും താല്പര്യത്തിന്റെ പുറത്താണോ അവരവിടെ എത്തിയിട്ടുള്ളത്?
യർജൂന റഹ്മതി, അവരെന്റെ റഹ്മത്ത് കൊതിച്ചു വന്നവരാണ്, എന്റെ കാരുണ്യം കൊതിച്ചു വന്നവരാണ്. വമഗ്ഫിറതി, ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കുമെന്നും അവർക്ക് പാപമോചനം നൽകുമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ മഗ്ഫിറത്ത് കൊതിച്ച് പാപമോചനം തേടിക്കൊണ്ടാണ് അറഫയുടെ മൈതാനിയിൽ ലക്ഷോപലക്ഷം ഹാജിമാർ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു പറയാണ്, മലക്കുകളോട് ഹാജിമാരെ നോക്കിക്കൊണ്ട് ആ അറഫയുടെ ദിവസത്തെ പ്രദോഷത്തിൽ അള്ളാഹു അവരെ കുറിച്ച് അഭിമാനത്തോടുകൂടെ സംസാരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയും, ഫലൗ കാനത് ദുനൂബഹും കഅദദിർ റംൽ, അള്ളാഹു പറയാൻ ആ മണലാരണ്യത്തിൽ, മരുഭൂമിയിലെ മണലാരണ്യം പോലെ ഒരുപാട് തിന്മകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഫലൗ കാനത് ദുനൂബഹും, അവരുടെ പാപങ്ങളാണെങ്കിലും ശരി, കഅദദിർ റംൽ, മണൽത്തരികളോളം ഉണ്ടെങ്കിൽ. നോക്കൂ, അള്ളാഹു പറയുന്നത് മണൽത്തരികളോളം അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ലഗഫർതുഹാ, അത് മുഴുവനും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും. സുബ്ഹാനല്ലാഹ്, എന്തൊരു വലിയ സന്തോഷത്തിന്റെ! ഹജ്ജ് ചെയ്ത ആളുകൾ, ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഹാജിമാരായിക്കൊണ്ട് ഇന്ന് മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ എത്തി നിൽക്കുന്ന, അതിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ മനസ്സിന് കുളിരും തണുപ്പും സന്തോഷവും സമാധാനവും ആശ്വാസവും ആനന്ദവും ഒക്കെ കോരിച്ചൊരിയുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അല്ലാഹ് പറയും, അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ സകല പാപങ്ങളും ലഗഫർതുഹാ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹ് പറയും, മഫീദു ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ മടങ്ങിപ്പോവുക, നിങ്ങൾ തിരിച്ചു പോവുക. മഗ്ഫൂറല്ലക്കും, എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്? എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ രൂപത്തിൽ, പാപമോചനം ലഭിച്ച രൂപത്തിൽ, എല്ലാ പാപത്തിൽ നിന്നും സുരക്ഷിതരായ രൂപത്തിൽ നിങ്ങൾ തിരിച്ചു പോവുക. ലിമൻ ശഫഅതും ഫീഹി, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി ചോദിച്ചിട്ടുണ്ടോ, ആർക്കൊക്കെ വേണ്ടി ശുപാർശ നടത്തിയിട്ടുണ്ടോ, ആർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവർക്കും ഇതാ ഞാൻ പുറത്തു തന്നിരിക്കുന്നു, നിങ്ങൾ സന്തോഷത്തോടുകൂടെ പോകുക എന്ന് അള്ളാഹുവിന്റെ വിളിയാളം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അത്രമേൽ പ്രാധാന്യമുള്ള, പരിഗണിക്കപ്പെടേണ്ട ശ്രേഷ്ഠകരമായ ഒരു ദിനമാണ് അറഫ ദിനം. അന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയുടെ ദിവസത്തിൽ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഹിജ്റ 10-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ്, ആ ഹജ്ജിന്റെ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രഭാഷണത്തെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമായും ചരിത്രത്തിൽ വിലയിരുത്തപ്പെടാറുണ്ട്. ആ പ്രഭാഷണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് കാര്യങ്ങൾ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇസ്മഉ ഖൗലി, ജനങ്ങളെ, നിങ്ങൾ എന്റെ സംസാരം ശ്രദ്ധിച്ച് കേൾക്കണം. വഇന്നീ ലാ അദ്രീ ലഅല്ലീ ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ഫീ ഹാദൽ മൗഖിഫ്, ഇനി ഇവിടെ വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉണ്ടായില്ലെന്ന് വന്നേക്കാം. എനിക്കറിയില്ല അടുത്ത വർഷം എനിക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷം ഉണ്ടായിട്ടില്ല. അടുത്ത വർഷം ഹജ്ജിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നിൽ നിന്ന് ശ്രദ്ധിച്ചു വേണം ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഈ ഉപദേശങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവാനും എന്നൊക്കെ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് അയ്യു യൗമിൻ ഹാദാ ഖാലു യൗമുൻ ഹറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂടിയിരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, ഇന്ന് ഏതാണ് ദിവസം? അവര് പറഞ്ഞു, ഇത് അറഫ ദിവസമാണ്. യൗമുൻ ഹറാം, ഇത് പവിത്രമേറിയ ഏറെ ശ്രേഷ്ഠകരമായ ദിവസമാണ് റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഫഅയ്യു ബലദിൻ ഹാദാ, ഇത് ഏതാണ് ഈ നാട്? ഏതാണ് ഈ നാട്? ബലദുൻ ഹറാം, ഇത് പവിത്രമായ നാടാണ് പ്രവാചകരെ, മക്കയാണിത്. ഹറാം, ബലദുൻ ഹറാമാണ്. വീണ്ടും റസൂലുള്ളാഹി ചോദിച്ചു, ഫഅയ്യു ശഹ്രിൻ ഹാദാ, ഇതേതു മാസമാണ് സ്വഹാബത്തെ? അവര് പറഞ്ഞു, ഖാലു ശഹ്റുൻ ഹറാം, അല്ലാഹുവിന്റെ റസൂലേ, ദിൽഹിജ്ജ മാസമാണ്, അല്ലാഹു പവിത്രമാക്കിയ ഹറാമായ മാസമാണ്, പവിത്ര മാസമാണ് പ്രവാചകരെ, പവിത്ര ദിവസമാണ്, പവിത്ര നാടാണ്, പവിത്ര മാസമാണ്. ഇത് മൂന്നും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും അലൈക്കും ഹറാമുൻ കഹുർമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. സ്വഹാബത്തെ, നിങ്ങൾ പറഞ്ഞല്ലോ ഹറാമാണ് പവിത്രമായ മാസമെന്ന്,
പവിത്രമായ ദിവസമെന്ന്, പവിത്രമായ നാടെന്ന്. എന്നാൽ ഈ പവിത്രമായ നാട് പോലെ, ഈ പവിത്രമായ ദിവസം പോലെ, ഈ പവിത്രമായ മാസം പോലെ ശ്രേഷ്ഠകരമാണ്, പവിത്രമാണ്. നിങ്ങളുടെ രക്തം പവിത്രമാണ്, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്. എത്രത്തോളം പവിത്രതയുണ്ട്! പരിശുദ്ധ കഅബ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ മക്ക പോലെ പവിത്രമാണ്, ദുൽഹിജ്ജ മാസം പോലെ പവിത്രമാണ്, അറഫ ദിനം പോലെ പവിത്രമാണ്. നിങ്ങളുടെ രക്തത്തിന് പ്രാധാന്യമുണ്ട്, അതിന് ശ്രേഷ്ഠതയുണ്ട്. അത് രക്തം ചിന്താൻ പാടില്ല. വളരെ ഗൗരവത്തോടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് കൊലപാതകം ഹറാമാന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല റസൂലുള്ളാഹി പറഞ്ഞത്. ഓരോന്നിന്റെയും പവിത്രത സ്വഹാബത്തിന്റെ തലച്ചോറിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് അത് ഏറ്റുപറയിപ്പിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു, അതുപോലെ ഈ നാടിനെ പോലെ, ഈ മാസത്തെ പോലെ, ഈ ദിവസത്തെ പോലെ നിങ്ങളുടെ രക്തം ഹറാമാണ്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഖുർആനിന്റെ അധ്യാപനം അങ്ങനെയാണ്. ഒരു മനുഷ്യന്റെ രക്തം ചിന്തിയാൽ ഈ ലോകത്തെ മുഴുവൻ, ഒരു മുസ്ലിമിന്റെ രക്തമെന്നല്ല, ഒരു വിശ്വാസിയുടെ രക്തമെന്നല്ല, മൻ ഖതല നഫ്സൻ, ഒരു മനുഷ്യന്റെ ഒരു ജീവൻ എടുത്താൽ ഈ ലോകത്തെ സർവ്വ മനുഷ്യരുടെയും ജീവൻ എടുത്തതിന് തത്തുല്യമായ ശിക്ഷയാണ്, ഗുരുതരമായ പാതകമാണ് അവൻ പ്രവർത്തിച്ചതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അത്രമേൽ ഗൗരവമുണ്ട് മനുഷ്യജീവന്. ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല, ഏറെ വലിയ ഗൗരവമാണ്. അതേ രൂപത്തിൽ തന്നെ അന്യന്റെ ജീവൻ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഏറെ ഗൗരവം ഉള്ളതാണ്. ഒരു മനുഷ്യന്റെ നേരെ ഒരു ആയുധം, ഒരു മൂർച്ചയുള്ള ഒരു കത്തി പോലെയുള്ള ഒരു ഇരുമ്പിന്റെ ഒരു ആയുധം ചൂണ്ടുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. അത് താഴ്ത്തി വെക്കുന്നത് വരെ, ആ ആയുധം ഒരാൾക്ക് നേരെ ചൂണ്ടിയാൽ അത് താഴ്ത്തി വെക്കുന്നത് വരെ മലക്കുകൾ അല്ലാഹുവിനോട് ഇവനെതിരെ ശാപപ്രാർത്ഥന നടത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ എത്രത്തോളം ഗൗരവമുണ്ട്. ഒരാളെ കൊല്ലുന്നതോ, ഒരാളെ കുത്തുന്നതോ, ഒരാളെ മുറിവേൽപ്പിക്കുന്നതോ അല്ല, ഒരാൾക്ക് നേരെ ആയുധം ചൂണ്ടുന്നത് പോലും അല്ലാഹുവിന്റെ ശാപകോപത്തിന് വിധേയമാകുന്ന ഗുരുതരമായ പാപമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ എത്രമേൽ ഗൗരവമുണ്ട് ഈ വിഷയമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾക്കൊരു ആയുധവും കൊണ്ട് പോകേണ്ടി വന്നാൽ ശ്രദ്ധിക്കണം, മറ്റുള്ളവരുടെ ശരീരത്തിൽ തട്ടാതെ അതിന്റെ മൂർച്ചഭാഗം പൊതിഞ്ഞു വെച്ചുകൊണ്ട് ശ്രദ്ധിച്ചു വേണം കൊണ്ടുപോകാൻ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ ഈ മതം, അല്ലാഹുവിന്റെ വിശുദ്ധ മതം ദീനുൽ ഇസ്ലാം എത്രത്തോളമാണ് ഇതിനൊക്കെ കെയർ ചെയ്യുന്നത്, കരുതുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മറ്റുള്ളവരുടെ സമ്പത്ത്, സമ്പത്ത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഹറാമുൻ അലൈക്കും, നിങ്ങൾക്ക് പവിത്രമാണ്, നിങ്ങൾക്കത് ഹറാമാണ്, മറ്റുള്ളവന്റേത് നിങ്ങൾക്ക് ഹറാമാണ്. ഏതുപോലെ? മക്ക പോലെ, അറഫ ദിനം പോലെ, ദുൽഹിജ്ജ മാസം പോലെ അല്ലാഹു പവിത്രമാക്കിയ ഈ 3 കാര്യങ്ങളെ പോലെ ഹറാമാണ്. ഇന്ന് നമ്മൾ ഏത് രൂപത്തിലാണ് ഇതിനൊക്കെ പരിഗണിക്കുന്നത്? മറ്റുള്ളവനെ കൊള്ളയടിക്കാൻ, കൈക്കൂലി വാങ്ങിക്കാൻ, വഞ്ചിക്കാൻ, തട്ടിയെടുക്കാൻ, കള്ളക്കേസ് കൊടുക്കാൻ, അതിരുകൾ മാന്തിയെടുക്കാൻ, അതിനൊന്നും ഇന്ന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകൾ എന്ന് പറയുന്നവർക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെ പോകുമ്പോൾ എത്രത്തോളം പവിത്രതയുണ്ടെന്നും പാരത്രിക ലോകത്ത് ഇതിന്റെയൊക്കെ പരിണിത ഫലം എന്തായിരിക്കുമെന്നും ഇവിടെ ചിലപ്പോ നമുക്ക് ചില വാചക കസർത്തുകളെ കൊണ്ട്, കള്ളസാക്ഷിത്വങ്ങളെ കൊണ്ട് നമുക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധിച്ചേക്കാം, ചിലപ്പോൾ നമുക്ക് ദുനിയാവിൽ രക്ഷപ്പെടാൻ സാധിച്ചേക്കാം. പക്ഷേ ഏറെ പവിത്രമാണെന്ന് ഹജ്ജത്തുൽ വദാഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ വിഷയത്തിൽ പരലോകത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വഅറാദുക്കും, നിങ്ങളുടെ അഭിമാനം ഏറെ പവിത്രമാണ്. ഏതുപോലെ? ഈ ദിവസം പോലെ, നാട് പോലെ, ഈ മാസം പോലെ പവിത്രമാണ്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമുക്ക് ഓരോരുത്തർക്കും അറിയാലോ, സോഷ്യൽ മീഡിയ പ്രസരിച്ച, അത് വ്യാപിച്ച ഒരു കാലഘട്ടമാണ്. ഒരു വിരൽത്തുമ്പിലൂടെ ഒരു മനുഷ്യന്റെ അഭിമാനത്തെ പിച്ചി ചീന്തുവാൻ ഒരു നിമിഷത്തിന്റെ അർദ്ധനിമിഷങ്ങൾ മതി എന്നത് നമുക്കറിയാം. ഒറ്റ ഫോർവേഡ് കൊണ്ട്, ഒരു ടെക്സ്റ്റ് മെസ്സേജ് കൊണ്ട് അതിലൂടെ നമ്മൾ ലക്ഷോപലക്ഷം ആളുകളിലേക്ക്
ആ ആരോപണങ്ങളും ഗീബത്തും നമീമത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഏറെ ഗൗരവത്തോടുകൂടെയാണ് വിശ്വാസികൾ ഈ വിഷയം നോക്കിക്കാണേണ്ടത് എന്ന് തന്റെ അവസാനത്തെ പ്രഭാഷണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഗൗരവത്തോടുകൂടെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ. നിങ്ങൾക്കത് ഹറാമാണ്. മറ്റുള്ളവനെ കുറിച്ച് പറയുക, അവന്റെ കുറ്റവും കുറവും പറയുക, ഗീബത്ത് പറയുക. പലപ്പോഴും നമ്മൾ പറയലെന്താ, അതൊക്കെ സത്യല്ലേ, എനിക്കറിയുന്നതല്ലേ, ഞാൻ കണ്ടതല്ലേ. അതാണ് ഗീബത്ത്. നീ കണ്ടതാണ് ഗീബത്ത്, നിനക്കറിയുന്നതാണ് ഗീബത്ത്, സത്യമായതാണ് ഗീബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്കറിയോ എന്താ ഗീബത്ത്? അവര് പറഞ്ഞു അല്ലാഹു വറസൂലുഹു അലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് നിന്റെ സഹോദരനിൽ ഉണ്ട് എങ്കിലാണ് അതാണ് ഗീബത്ത്. ദിക്റുക അഹാക ബിമാ യക്റഹു. അവന് ഇഷ്ടമില്ലാത്തത് അവനെ പറ്റി പറയലാണ് ഗീബത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇഷ്ടമില്ലാത്തത് മറ്റവനെ പറ്റി പറയൽ. സ്വഹാബത്തി ചോദിച്ചു, നബിയെ അത് ഉണ്ടെങ്കിലോ, പറഞ്ഞത് സത്യാണെങ്കിലോ? അതാണ് ഗീബത്ത്. ഇപ്പൊ ഇല്ലാത്തതാണെങ്കിലോ അത് കളവാണ്. ഒരാളെ പറ്റിയിട്ട് നമുക്ക് തെളിവുണ്ടാകും, വീഡിയോ ക്ലിപ്പ് ഉണ്ടാകും, മൊബൈലിൽ ഫോൺ റെക്കോർഡ് ഉണ്ടാകും, വോയിസ്, ഒരുപാട് തെളിവുകളുണ്ട്. അതാണ് ഗീബത്ത്, അതാണ് ആരോപണം, അതാണ് അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നത്. ഹറാമാണ്, പവിത്രമാണെന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞ ഈ വിഷയം ഇത് ഇങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഹജ്ജത്തുൽ വദാഇലെ പ്രഭാഷണത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ഒരുപാട് ശ്രേഷ്ഠകരമായ പ്രാധാന്യം നിർഗളിക്കുന്ന ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ ആ ഖുതുബയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. സാഹോദര്യം, നമ്മൾ പരസ്പരം ഒരു സാഹോദര്യമുണ്ട്, ഒരു ഉഖുവത്തുണ്ട്. അൻസാറുകളെയും മുഹാജിറുകളെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിയിണക്കിയതുപോലെ അനന്തരാവകാശം വരെ ഒരു സമയത്ത് അവർ എടുത്തിരുന്നു എന്നുള്ളതാണ്. തന്റെ കച്ചവടം പാതിയാക്കി, തന്റെ കുടുംബത്തിന് തന്റെ വീട് പാതിയാക്കി. എന്തൊരു വലിയ സാഹോദര്യമാണ് സ്വഹാബത്തിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത്. നമ്മളൊന്ന് പരസ്പരം ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ പള്ളിയിൽ നമ്മളോട് ഒന്നിച്ച് നമസ്കരിക്കുന്നവർ, ഒന്നിച്ചൊരു സ്വഫിൽ നിൽക്കുന്നവർ പലരും കണ്ടാമുണ്ടാത്തവരാ, ചിരിക്കാൻ മടിയ, എന്തോ ഒരു മസിൽ പിടിച്ച് നടന്നു പോവുക, മസിൽ പിടിച്ച് നടന്നു വരിക, ആരോടും വലിയ താല്പര്യമൊന്നുമില്ല, ഒരു ക്ഷേമാന്വേഷണം വരെ നടത്താനും അതിനൊന്നും താല്പര്യമില്ലാത്ത നമ്മളിങ്ങനെ സ്വന്തം കാര്യം അല്ല, നമ്മൾ അങ്ങനെയാവേണ്ടവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിങ്ങൾ സഹോദരൻ. എന്താ സഹോദരൻ എന്ന് പറഞ്ഞാൽ? എന്താ സഹോദരൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നോടൊപ്പം പുറത്തേക്ക് വന്നവൻ, അതാണ് സഹോദരൻ. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന എന്റെ ജ്യേഷ്ഠന്, എന്റെ അനിയന് ഞാൻ എന്ത് സ്ഥാനമാണ് നൽകുന്നത്? അതാണ് നമ്മോടൊപ്പം തോളോട് തോള് ചേർന്ന് മടമ്പുകൾ ചേർത്ത് നമ്മോടൊപ്പം ഒന്നിച്ച് നമസ്കരിക്കുന്നവർക്കുള്ളത്, നമ്മോടൊപ്പം ഒന്നിച്ച് പള്ളിയിൽ വരുന്നവർക്കുള്ളത്, നമ്മോടൊപ്പം ഒന്നിച്ചുള്ളവർക്കുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോ നമ്മൾ അത് നൽകുന്നുണ്ടോ? ഈ ഉഖുവത്തുണ്ടോ? എന്താ നമുക്കൊന്ന് ചിരിച്ച, എന്താ നമുക്കൊന്ന് സലാം പറഞ്ഞ, എന്താ നമുക്ക് അങ്ങോട്ട് ഒന്ന് ആലിംഗനം ചെയ്താൽ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു സാഹോദര്യം നമ്മുടെ ഇടയിൽ, സാഹോദര്യവും സ്നേഹവും ഐക്യവും ഒക്കെ നമ്മൾ പരസ്പരം ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇതൊക്കെ റസൂലുള്ളാഹി പറയുന്നത് ഇത്രയും ഗൗരവമേറിയ പ്രസക്തമായ പ്രാധാന്യമുള്ള ഈ വിഷയം പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജിലാണ്, ഖുത്ബത്തുൽ വദാഇലാണ്, അവസാനത്തെ പ്രഭാഷണത്തിലാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, യാ അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങൾ മനസ്സിലാക്കണം, അലാ നിങ്ങൾ അറിയണം, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഏകനായ അല്ലാഹുവാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ ഒക്കെ പിതാവ് അത് ആദമാണ്. ഒരേ പിതാവിന്റെ മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. അലാ ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമി, ഒരു അറബിക്കും അനറബിയേക്കാൾ യാതൊരു തരത്തിലുള്ള ശ്രേഷ്ഠതയുമില്ല, ഒരു തരത്തിലുള്ള ശ്രേഷ്ഠതയുമില്ല. വലാലി അജമിയിൻ അലാ അറബി, ഒരു അനറബിക്ക് അറബിയേക്കാൾ എന്തെങ്കിലും ശ്രേഷ്ഠത ഉണ്ടോ? അതുമില്ല. വല അഹ്മറ അലാ അസ്വദ്, കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ എന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ടോ? ഒരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, ഇല്ലാ ബിത്തഖ്വ, ആരായിട്ടും കാര്യമില്ല, ഏത് തറവാട് പിറന്നവനായിട്ടും കാര്യമില്ല, ഏത് കുടുംബത്തിൽ പിറന്നവനായിട്ടും കാര്യമില്ല, തഖ്വയുണ്ടോ, തഖ്വയുണ്ടോ, അവനാണ് അള്ളാഹുവിന്റെ സമീപത്തിൽ മഹിതമായ പദവികളും സ്ഥാനമാനങ്ങളും ഉള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നതും അവസാനത്തെ ഖുത്ബയിലാണ്.
ഏറെ വലിയ, ഇന്ന് നമുക്കറിയാലോ, രാജ്യാന്തരങ്ങളിൽ തന്നെ അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ കാലങ്ങളായിട്ട് നടന്നു വരുന്ന വംശീയമായ അധിക്ഷേപങ്ങൾ, നിറത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, രാജ്യത്തിന്റെ പേരിൽ, സ്ഥലത്തിന്റെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ എന്തൊക്കെ വിവേചനങ്ങളാണ് മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളെയും അറുത്തു മുറിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അത്തരത്തിലുള്ള ഒരു വിവേചനവും അള്ളാഹുവിന്റെ സമീപത്തില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ആദരണീയനായവർ, ഇക്റാം ലഭിക്കുന്നവർ, മഹിതമായ പദവികളും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നവർ, അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയോടുകൂടെ ജീവിക്കുന്നവനാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ്, അവർക്കാണ് ഏറ്റവും മഹിതമായ പദവികൾ ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ഖുത്ബയിലൂടെ ഏറെ ഗൗരവത്തോടുകൂടെ പറഞ്ഞ ഒരു വാക്ക്, ഇത്തഖുല്ലാഹ ഫീ നിസാഇക്കും, നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ ഇത്തഖുല്ലാഹ ഫീ നിസാഇക്കും, നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഫഇന്നകും മഖൽതുമൂഹുന്ന ബിഅമാനില്ലാ, അള്ളാഹുവിന്റെ അമാനത്തിലാണ്, സംരക്ഷണയിലാണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തിട്ടുള്ളത്. നിക്കാഹ് കഴിച്ചിട്ടുള്ളത് ഇങ്ങനെ വെറുതെ കൊണ്ടുവന്നതല്ല, കരാറ് ചെയ്തുകൊണ്ട് അഹ്ദോടുകൂടെയാണ്, അമാനത്താണ്. ഗൗരവപൂർവം അവരുടെ വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി അവരോട് കാണിക്കേണ്ട കടപ്പാടിനെ കുറിച്ചും ഉത്തരവാദിത്വക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഖിയാറുക്കും ബിനിസാഇക്കും, നിങ്ങളിൽ മാന്യന്മാർ ആരാണ്? നിങ്ങളുടെ സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ പാർപ്പിടം, ഇത് മാത്രമല്ല അവരോടുള്ള ഇടപെടലുകൾ ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, മാന്യമായിട്ടാവണം അവരോട് പെരുമാറേണ്ടത് എന്നത് ഖുർആനിന്റെ അധ്യാപനമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ശ്രേഷ്ഠമായ പ്രാധാന്യമുള്ള, പരിഗണിക്കപ്പെടേണ്ട, ആധുനിക ലോകത്ത് പോലും മനുഷ്യർ എത്തിച്ചേർന്നിട്ടില്ലാത്ത ഒരുപാട് മഹത്വ സാരസമ്പൂർണമായ ഉപദേശ നിർദ്ദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുത്ബത്തുൽ വദാഇലൂടെ നൽകിയിട്ടുള്ളത്. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും അത്തരത്തിലുള്ള ആദർശങ്ങളിൽ നിന്ന്, അധ്യാപനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ ഉൾക്കൊള്ളുവാനും എന്നിട്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് നയിക്കുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ പറഞ്ഞു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബലഹ വസനത അല്ലതി ബഅദഹ. നാം സൂചിപ്പിച്ച അറഫ ദിവസത്തെ നോമ്പ്, ദുൽഹിജ്ജ 9 നോമ്പ്, ആ ദിവസത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബല വസനത അല്ലതി ബഅദഹ. ആ ദിവസത്തെ നോമ്പെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പുറത്തു കൊടുക്കുമെന്നാണ്. ഏറെ ശ്രേഷ്ഠകരമായ, പവിത്രമായ, മഹനീയമായ ഒരു നോമ്പാണിത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിന്റെ ആ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത് എന്താണ് എന്നത് പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നൊരു വിഷയമാണ്. ചെറിയ പാപങ്ങളാണ് പുറത്തു കൊടുക്കുക എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. അതേ രൂപത്തിൽ തന്നെ ഈ സന്ദർഭങ്ങളിൽ അയാൾക്ക് വരാനിരിക്കുന്ന ഒരു വർഷത്തിലെ പാപങ്ങൾ പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ പാപങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു അയാൾക്ക് നൽകുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതേ രൂപത്തിൽ തന്നെ ചെയ്തു പോയ പാപങ്ങൾ, അതിൽ നിന്ന് തൗബ ചെയ്യാനുള്ള ഒരു മനസ്സ്, അതിനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകുമെന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം. എന്ത് വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അർത്ഥത്തിൽ അത് ഏറെ മഹനീയമായ നോമ്പാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ വീടുകളിൽ നാമും നമ്മുടെ കുടുംബവും ഒക്കെ ഏറെ പവിത്രതയോടുകൂടെ തന്നെ, ഇഖ്ലാസോടുകൂടെ തന്നെ ആ വ്രതമനുഷ്ഠിക്കാൻ നമ്മൾ തയ്യാറാവുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.